ഈശ്വർ, നമ്മുടെ മുൻപിൽ ചരിത്രമുണ്ട്. ഒപ്പം 1950 ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഉണ്ട്. ഇത് പ്രകാരം റൂളർ ഓഫ് കേരള അല്ലെങ്കിൽ ഗവർണർ ഓഫ് കേരളയാണ് റൂളർ ഓഫ് ട്രാവൻകൂറിന് പകരമായി മാറിയ സാഹചര്യത്തിൽ വരേണ്ടത്. സംശയമേ ഉണ്ടാകുന്നില്ല. ഒരു സംശയവുമില്ല. റൂളർ ഓഫ് ട്രാവൻകൂറിന് പകരമായി കേരള ഗവൺമെന്റ് വന്നു. പക്ഷേ ഇത് റൂളർ ഓഫ് ട്രാവൻകൂറിന്റെ സ്വത്താണെന്ന് ആരെങ്കിലും പറഞ്ഞു? ഇത് രാജകുടുംബത്തിന്റെ സ്വത്തല്ല, ഇത് പൊതുസ്വത്തുമല്ല, ഇത് ക്ഷേത്ര സ്വത്താണ്, ഇത് ശ്രീ പത്മനാഭന്റെ സ്വത്താണ്. രഘുസാർ കൃത്യമായി പറയും. അതായത് നമ്മുടെ പെർപ്പച്വൽ മൈനറായ 18 വയസ്സിൽ താഴെയുള്ള മൈനറാണ് നമ്മുടെ ദൈവങ്ങളെല്ലാം, അല്ലെങ്കിൽ അങ്ങനെയാണ് സങ്കല്പം. അതിന്റെ ഗാർഡിയൻസും കസ്റ്റോഡിയൻസുമാണ് ഇതിന്റെ ട്രസ്റ്റീസ്, അവർക്കുള്ളതാണ്. അദ്ദേഹം പഴയ കാലത്തിലേക്ക് പോയി. ഞാൻ അപ്ഡേറ്റ് ആയ കാര്യം പറയാം. 2014 3 മാസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയുടെ വ്യക്തമായ വിധി, ചിദംബരനാഥ ക്ഷേത്രം തമിഴ്നാട് സുബ്രഹ്മണ്യ സ്വാമിയാണ് വാദിച്ചത്. അതിൽ പൊതു ദീക്ഷിതർക്ക് അനുകൂലമായി സുപ്രീം കോടതി പറഞ്ഞു, ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ഇൻ ടെമ്പിൾസ്. അതായത് ഗവൺമെന്റ് ഒരു അമ്പലത്തിൽ ഇടപെടാൻ ഒരു കാര്യവുമില്ല. പള്ളിയിലും ഇടപെടേണ്ട, മോസ്കിലും ചർച്ചിലും ഇടപെടേണ്ട. കാര്യം അത് വിശ്വാസത്തിന്റെ സ്ഥാപനങ്ങളാണ്. അത് എന്നിട്ട് മിനിഞ്ഞാന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു? തമിഴ്നാട് ഹൈക്കോടതി അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറിനെ നിയമിക്കണം എന്ന് പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല. കാര്യം സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. ഞങ്ങൾ പറയുന്നത് ഇത് ശ്രീ പത്മനാഭന്റെ സ്വത്താണ്, വിശാല അർത്ഥത്തിൽ ഹൈന്ദവ വിശ്വാസികളുടെ സ്വത്താണ്. 2, ഇതിന് ഏതെങ്കിലും പൊതുമാനങ്ങൾ വരികയാണെങ്കിൽ പാവപ്പെട്ട മുസ്ലിമിനെയും പാവപ്പെട്ട ക്രിസ്ത്യാനിയും ഒഴിവാക്കണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് ഈ നാടിന്റെ പൊതു പാരമ്പര്യത്തിന്റെയാണ്. പക്ഷേ അതിന്റെ ലീഡർഷിപ്പ്, അതിന്റെ നേതൃത്വം വിശ്വാസി സമൂഹത്തിനാണ്, ഭക്തർക്കാണ്. അതിന് ഘടകവിരുദ്ധമായി ആ ക്ഷേത്ര സ്വത്ത് കൈയേറാൻ ശ്രമിച്ചാൽ അതിശക്തമായ പ്രതിരോധങ്ങൾ ഉണ്ടാവും. ഞങ്ങളല്ല, പത്മനാഭ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടുത്തെ ഒരു പത്മനാഭദാസനോട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ചുരുക്കത്തിൽ ഈ ഭക്തന്മാരുടെ കൂട്ടത്തിൽ രാജാവും ഉൾപ്പെടും എന്നതുകൊണ്ട് മാത്രമാണോ രാജാവിനെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ താങ്കൾ എതിർക്കുന്നത്, അഥവാ അങ്ങനെ ഒഴിവാക്കുന്നതിനെ എതിർക്കുന്നുണ്ടോ? ഞങ്ങൾ എല്ലാം പത്മനാഭദാസന്മാരാണ്. ഈ നാടിന്റെ കുലദൈവതം, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാം കുലദൈവമാണ്. രാജാവ് അതിൽ ഒരാൾ മാത്രമാണ്. അല്ല, രാജാവ് അതിലെ ഫസ്റ്റ് അമംഗ് ഈക്വൽസ് ആയിരുന്നു ചരിത്രത്തിന്റെ സ്ഥാനത്തിൽ. മാറിയ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പുഷ് ചെയ്യാൻ പോകുന്ന പൊസിഷൻ, കോടതി തന്നെ 2 സ്പേസ് വേക്കന്റ് ആയിട്ടുണ്ട്. അതായത് 2 പേർക്ക് കേരള സർക്കാരും ജില്ലാ ജഡ്ജിയും കൂടെ തീരുമാനിക്കാം. ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം, അതിൽ കൊട്ടാരത്തിന്റെ പ്രതിനിധി വേണം, പ്രിഫറബിളി ആദിത്യവർമ്മയെ പോലെ ഒരാൾ, ഹൈന്ദവ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ വേണം. പ്രിഫറബിളി എന്റെ വ്യക്തിപരമായ അഭിപ്രായം ശ്രീ കുമ്മനം രാജശേഖരനെ പോലെ എല്ലാ ഹൈന്ദവ സംഘടനകൾക്കും വർഗീയത ഒട്ടുമില്ലാത്ത, എല്ലാവരെയും ഇൻക്ലൂസീവായി കാണുന്ന ശ്രീ കുമ്മനത്തെ പോലൊരു വ്യക്തിയൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ്. ഒരു വരി കൂടി, ഇതിനൊരു 9 അംഗ കമ്മിറ്റി വേണമെന്നുള്ളതാണ് ഏറ്റവും അധികം ഹൈന്ദവ സംഘടനയിലെ കൺസെൻസസ്. ആ 9 അംഗ കമ്മിറ്റിയിൽ മഹാരാജാവ്, തന്ത്രി, സ്വാമിയാർ, എട്ടയോഗത്തിന്റെ പ്രതിനിധി, ഹിന്ദു പിന്നോക്ക വിഭാഗം, SC ST വനിതാ പ്രതിനിധികൾ, ആത്മീയ ആചാര്യൻ, ഭക്തജനങ്ങളുടെ പ്രതിനിധി. എനിക്ക് അറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇത്തരമൊരു സമിതി 2007 2009 ഒക്കെ TP സുന്ദരരാജൻ അടക്കമുള്ളവർ കേസ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനോട് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അഥവാ രാജാവിന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് അങ്ങനെ നീക്കം? ആദ്യം മുതലേ ശ്രീ മണക്കാട് ചന്ദ്രൻകുട്ടി അടക്കം ശ്രീ സുന്ദരരാജനെ അടക്കം അഭിനന്ദിച്ച് അതിന് ചീത്ത കേട്ടൊരു വ്യക്തിയാണ് ഞാൻ. അവരുടെ നിലപാടുകൾ സുതാര്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു. അതിനെ എതിർത്തവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരെ അപഹസിച്ചവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ അന്നും എടുക്കുന്ന ഒരു നയവും മയവും വേണം. ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയം കൂടെ. ഇതിൽ വൈകാരികത ഇൻവോൾവ് ആണ്. വിചാരത്തിൽ തന്നെ പോകണം. പക്ഷേ ബാലൻസ്ഡ് ആയ ഒരു അപ്രോച്ചിലോട് കൂടി ഇവർ പറയുന്ന സുതാര്യത, ഒരുപക്ഷെ ഓഡിറ്റ്, ഇൻപാർഷ്യാലിറ്റി, ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്താലും കാര്യം ഇനിയും ഭാവിയിലേക്ക് വരുമ്പോഴും ഒരു ഭക്തനായി 10 രൂപ ഇടുന്ന എനിക്കറിയണം അവിടെ എന്ത് സംഭവിക്കും.